മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇന്ത്യയിൽ വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. ഇനി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്ന തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം പുതിയൊരു നിയമവും പുതിയൊരു പദ്ധതിയുമാണ് വരുന്നത്. അതിൻ്റെ പേരാണ് വിബിജി റാംജി. പലർക്കും ഇപ്പോൾ സംശയമുണ്ടാവും, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അവസാനിച്ചോ? തൊഴിലുറപ്പ് 100 ദിവസങ്ങളിൽ നിന്ന് 125 ദിവസമായോ? വേതനം കൂടുമോ? വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടി വരുമോ? കേരളത്തിലും ഇത് നടപ്പിലാകുമോ? തുടങ്ങി നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള വ്യക്തമായ മറുപടിയാണ് ഓൺലൈൻ മലയാളത്തിൻ്റെ ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് തന്നെ പഴയ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവരും പുതിയ പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. വിബിജി റാംജി എന്താണെന്ന് നോക്കാം. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നതാണ് വിബിജി റാംജിൻ്റെ ഫുൾ ഫോം. അതായത് രാജ്യത്ത് കഴിഞ്ഞ 20 വർഷമായി നിലവിലുണ്ടായിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കി. പകരം കേന്ദ്ര സർക്കാരിൻ്റെ വിബിജി റാംജി പദ്ധതി ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഈ പുതിയ തൊഴിൽദാന പദ്ധതി ജൂലൈ മാസം 1-ാം തീയതി മുതൽ കേരളത്തിലും പ്രാബല്യത്തിൽ വരികയാണ്. ഇതിനു വേണ്ടിയുള്ള തുകയും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പുതിയ പദ്ധതി കൊണ്ടുവന്നത് എന്നതിന് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇങ്ങനെയാണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭിച്ചെങ്കിലും ചില സ്ഥലങ്ങളിൽ അഴിമതി, വ്യാജ ഹാജർ, പൂർത്തിയാവാത്ത ജോലികൾ, തൊഴിലുകളുടെ സൃഷ്ടിക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി സാധാരണക്കാർക്ക് ഉറപ്പായ തൊഴിലും സ്ഥിര വരുമാനവും ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ നിയമം കൊണ്ടുവന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം. ഈ പദ്ധതിക്കായുള്ള ബിൽ പാർലമെന്റിൽ പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 5 മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുമ്പ് വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങളായിരുന്നു നൽകിയിരുന്നത്. ഇപ്പോൾ അത് 125 ദിവസമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരാൾക്ക് വർഷത്തിൽ 25 ദിവസം അധികം ജോലി ലഭിക്കും. തൊഴിലാളികളുടെ സുരക്ഷിതത്വം മുൻനിർത്തി പ്രത്യേക അപകട ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും പദ്ധതിയിലൂടെ ലഭ്യമാവും. ആരെങ്കിലും ജോലി ആവശ്യപ്പെട്ട് രജിസ്റ്റർ ചെയ്താൽ 15 ദിവസത്തിനുള്ളിൽ ജോലി നൽകണം എന്ന വ്യവസ്ഥ കൂടിയുണ്ട്. ജോലി ലഭിച്ചില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം ലഭിക്കുന്നതാണ്. പുതിയ പദ്ധതിയിൽ വെറും കുഴിയെടുക്കൽ പോലുള്ള ജോലികൾ മാത്രമല്ല, ജലസംരക്ഷണം, കുളങ്ങൾ, കനാൽ, ഗ്രാമീണ റോഡുകൾ, കാർഷിക അടിസ്ഥാന സൗകര്യങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള പ്രവർത്തനങ്ങൾ, ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്ക് മുൻതൂക്കം നൽകും. ഇതിനായി 318 തരത്തിലുള്ള അനുവദനീയമായ വികസന പ്രവർത്തന തൊഴിലുകളുടെ ലിസ്റ്റുകളുടെ പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട്. മുമ്പ് തൊഴിലുറപ്പും കൃഷിപ്പണിയും ഒരേ സമയത്ത് വന്നപ്പോൾ കർഷകർക്ക് തൊഴിലാളികളെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇതൊഴിവാക്കാനായി കാർഷിക മേഖലയിൽ തിരക്കേറിയ തൊഴിൽ സമയത്ത് തൊഴിലാളിക്ഷാമം പരിഹരിക്കാനായി തൊഴിലുറപ്പ് ജോലികൾ നടത്താതിരിക്കാൻ 60 ദിവസത്തേക്ക് താൽക്കാലികമായി തൊഴിലുറപ്പ് പദ്ധതികൾ നിർത്തിവെക്കാനും വ്യവസ്ഥയുണ്ട്. ഈ 60 ദിവസം തുടർച്ചയായിരിക്കണമെന്നില്ല. വിവിധ സമയങ്ങളിലായി ആകെ 60 ദിവസമാണ്. ഇത് പദ്ധതി അവസാനിപ്പിക്കുന്നതല്ല, താൽക്കാലിക ഇടവേള മാത്രമാണ്. പലരും ചോദിക്കുന്ന ചോദ്യമാണിത്. 125 ദിവസമായതുകൊണ്ട് വേതനം കൂടുമോ എന്ന്. ഈ കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമായ പ്രഖ്യാപനം വന്നിട്ടില്ല. പഴയ തൊഴിലുറപ്പ് പദ്ധതിയുടെ 100% ചിലവുകളും കേന്ദ്ര സർക്കാരാണ് വഹിച്ചിരുന്നതെങ്കിൽ പുതിയ നിയമപ്രകാരം സാമ്പത്തിക ബാധ്യത കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ പങ്കിട്ടെടുക്കും. 60:40 എന്ന അനുപാതത്തിലാണ് ഫണ്ട് കണ്ടെത്തുക. അതായത് പദ്ധതി ചിലവിൻ്റെ 60% കേന്ദ്ര സർക്കാരും ബാക്കി 40% തുക അതാത് സംസ്ഥാന സർക്കാരുമാണ് എടുക്കുക. ഇത് പ്രകാരം ഏകദേശം 2900 കോടി രൂപ കേരള സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ വേതന വർധനവിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുന്നത് വരെ കാത്തിരിക്കാം. എന്നാൽ പുതിയ പദ്ധതിയിലൂടെ തൊഴിലാളികൾക്ക് പുതിയ തൊഴിൽ ദിനങ്ങളും ഉയർന്ന വേതനവും ഉറപ്പു നൽകുന്നുണ്ട്. പദ്ധതി നടപ്പിലാക്കുന്നതിനായി കേന്ദ്രം കേരളത്തിന് 3136 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർ പുതിയ പദ്ധതിയിലേക്ക് മാറാൻ പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല. ഇവരെ സ്വയം പുതിയ പദ്ധതിയിലേക്ക് മാറ്റുന്നതാണ്. നിലവിലുള്ള തൊഴിൽ കാർഡ് ഉപയോഗിച്ച് തന്നെ തുടർന്നും ജോലി ചെയ്യാം. പിന്നീട് ഘട്ടം ഘട്ടമായി ഇവ മാറ്റി റോസ്ഗാർ ഗ്യാരണ്ടി കാർഡ് വിതരണം ചെയ്യും. പുതുതായി ഈ പദ്ധതിയിലേക്ക് വരാൻ താൽപ്പര്യമുള്ള തൊഴിലാളികൾക്ക് അതത് പഞ്ചായത്തുകൾ വഴി അപേക്ഷിക്കാവുന്നതാണ്. പുതിയ പദ്ധതിയിൽ അംഗമാവുന്നതിനായി അപേക്ഷയോടൊപ്പം റേഷൻ കാർഡും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഐഡന്റിറ്റി കാർഡും സമർപ്പിക്കണം. ഒപ്പം അപേക്ഷകരുടെ ആധാർ അധിഷ്ഠിത eKYC പ്രക്രിയയും പൂർത്തിയാക്കണം. പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായുള്ള പ്രാരംഭ നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര നിയമം ജൂലൈ 1-ന് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരുമെങ്കിലും കേരളത്തിലിത് പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത തീരുമാനങ്ങളും പ്രാരംഭ വിലയിരുത്തലുകളും ആവശ്യമാണ്.
കൂടാതെ കേരളത്തിൽ ഇത് എപ്രകാരം നടപ്പിലാക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ. കേന്ദ്ര ഫണ്ട് വിഹിതം കൃത്യമായി ലഭിക്കുന്നതോടെ കേരളത്തിലും ഇത് പൂർണ്ണസജ്ജമാകും. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പുകൾ ആദ്യമേ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.